മധുർ വചൻ ദോഹയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കബീർദാസിന്റെ ദോഹയാണ്. സാധു ഐസാ ചാഹിയെ ജൈസാ സൂപ്പ് സുബായ് സാർ സാർ കോ ദാഗി രഹ ദോത്താ ദേയി ഉഡായ്. സുബായ് എന്നതിന്റെ അർത്ഥമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സുബായ് കാ മത്ലബ് ക്യാ ഹെ? സുബായ് എന്നതിന്റെ അർത്ഥം സ്വഭാവ് എന്നാണ്, സ്വഭാവം. കബീർ ने സജ്ജൻ की തുലന സൂപ്പ് സെ की है क्यों? കബീർ ദാസ് സജ്ജനത്തിനെ മുറവുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. മുറം അല്ലെങ്കിൽ അരിപ്പ. അരിപ്പ എന്ന് പറഞ്ഞാൽ നല്ലതിനെ വെച്ചിട്ട് ചീത്തതിനെ ഒഴിവാക്കുമല്ലോ, അരിച്ചെടുത്തിട്ട്, അതാണ് അരിപ്പ എന്ന് പറയുന്നത്. അരിപ്പ മുറം അതുപോലെ തന്നെ ചേർന്ന സമയത്ത് എന്താണ്, ആ ചീത്തതിനെയൊക്കെ ഒഴിവാക്കും അല്ലേ? ചീത്തതിനെ അങ്ങനെ ഒഴിവാക്കിയിട്ട് നല്ലത് മുറത്തിൽ വെക്കും. അരിയൊക്കെ ആണെങ്കിൽ അരി ചേർന്ന സമയത്ത് അതിലെ വേസ്റ്റുകളൊക്കെ പുറന്തള്ളിയിട്ട് നല്ലത് വെക്കും. അപ്പൊ അതുപോലെ ജൈസെ സൂപ്പ് മേ അനാജ് കെ ദാനോ കോ അലഗ് കർ ദിയാ ജാത്താ ഹെ. ജൈസെ പറഞ്ഞ പോലെ, സൂപ്പ് പറഞ്ഞ മുറത്തിൽ എങ്ങനെയാണോ ധാന്യം അലഗ് കർ ദിയാ ജാത്താ ഹെ വേർപ്പെടുത്തുന്നത്, വൈസെ സജ്ജൻ പുരുഷക്കോ അപ്രകാരം സജ്ജൻ പുരുഷ് സജ്ജനങ്ങൾ നല്ല ജനങ്ങൾ അനാവശ്യക ചീസോങ്കോ ചോടുക്കർ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട്, അത് ബേക്കാർ ചീസോങ്കോ ചോടുക്കർ കേവൽ അച്ചി ബാത്തോങ്കി ഗ്രഹൺ കർണ ചാഹിയെ, നല്ല കാര്യങ്ങൾ മാത്രം ഗ്രഹണം ചെയ്യണം, ചീത്തതിനെ ഒഴിവാക്കിയിട്ട് നല്ലതിനെ ഗ്രഹണം ചെയ്യണം എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സാധു ഐസാ ചാഹിയെ, അതിൻ്റെ ആശയമാണ്, ദോഹേൻ്റെ ആശയം. सूप अपने पास अच्छा अनाज को रखकर उसकी गंदगी साफ कर देता है, उसी प्रकार सज्जन लोगों को अपने अंदर इच्छाइयों को ग्रहण करके अच्छाइयों को ग्रहण करके बुराइयों को दूर कर देना चाहिए. ഒരു മുറം എപ്രകാരമാണോ ധാന്യങ്ങൾ നല്ല ധാന്യങ്ങളെ മുറത്തിൽ വെച്ചിട്ട് ചീത്തതിനെ ഗന്ദകി പറഞ്ഞാൽ അഴുക്കായത് വേസ്റ്റ് ആയിട്ടുള്ളതിനെയൊക്കെ പുറന്തള്ളുന്നത്, അതുപോലെ സജ്ജൻ നല്ല ജനങ്ങൾ അപ്പനെ അന്തർ അച്ചായോ ഗ്രഹൺ കർ, തൻ്റെ ഉള്ളിൽ എന്താ ചെയ്യണം, അച്ചായി നല്ലതിനെ ഗ്രഹണം ചെയ്യുകയും ചീത്തതിനെ ഒഴിവാക്കുകയും ചെയ്യണം. അടുത്ത ചോദ്യം നോക്കാം. ഐസി വാണി ബോലിയെ മനക്ക ആബാ ഗോയ് അപ്പനാ തൻ സീതൾ കരേം ഔരൻ കോ സുഖ ഹോയ്. इस दोहे का आशय यह है कि हमें ऐसी मधुर और शांत वाणी बोलनी चाहिए जिससे सुनने वाले का मन शांत और प्रसन्न हो जाए. അതായത് ഈ ഈരടികളുടെ അർത്ഥം എന്താണ്, ശ്രോതാവിൻ്റെ മനസ്സ് ശാന്തവും സന്തോഷകരവുമാകുന്ന തരത്തിൽ മധുരവും അതുപോലെ തന്നെ ശാന്തവുമായ വാക്കുകൾ നാം സംസാരിക്കണം എന്നാണ് അതിൻ്റെ ആശയം. അടുത്തത് തുളസീദാസിന്റെ ദോഹയാണ്. ദയാ ധർമ്മ കാ മൂൽ ഹേ പാപ മൂൽ അഭിമാൻ തുളസി ദയാ ന ചോടിയെ ജബ് തക് ഗഡ് മേ പ്രാൺ. हमें अपने शरीर में प्राण रहने तक दया भाव को त्यागना नहीं चाहिए എന്നാണ് അതിൻ്റെ ആശയമായിട്ട് വരുന്നത്. ഹമേ അപ്പനെ ശരീരമേ പ്രാണ ഹോനെ, നമ്മുടെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം സമയം, ആ ജീവനുള്ളിടത്തോളം കാലം എന്ത് ചെയ്യണം, ദയാഭാവം ത്യജിക്കരുത്, ദയ ഉള്ളവരായിരിക്കണം എന്നാണ് പറഞ്ഞത്. അടുത്തത് സജീവ് വൈദ്യ ഗുരു തീനി ജോ പ്രിയ ബോലെ ഹി ബൈ ആസ് രാജധർമ്മ തൻ തീനി കർ ഹോയി ബേഗി नास. मंत्री वैद्य और गुरु डर या लोभ की आशा से प्रिय ലാഭ് കി ആശാസെ പ്രിയ, അതായത് ലാഭം പ്രതീക്ഷിച്ചിട്ടോ, ലോഭ് എന്നല്ല കേട്ടോ, ലാഭ് എന്നാണ്. മന്ത്രി വൈദ്യൻ ഗുരു, ഇവര് മന്ത്രി ആയാലും വൈദ്യനായാലും ഗുരു ആയാലും ലാഭ് കി ആശാസെ പ്രിയ, ലാഭം ആശിച്ചിട്ട് ലാഭം പ്രതീക്ഷിച്ചിട്ട് ബാത്തേം കർത്തേ ഹേത്തോ സംസാരിക്കുന്നു എങ്കിൽ രാജ്യ ശരീർ ഓർ ധർമ്മ കാ ശീഘ്ര നാശ ഹോ ജാത്താ ഹെ, രാജ്യവും അതുപോലെ തന്നെ ശരീരവും ധർമ്മവും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, നശിക്കും എന്നാണ് പറഞ്ഞത്. അടുത്തത് രഹീമിന്റെ ദോഹയാണ്. ഈ ദോഹകളൊക്കെ നമ്മൾ പഠിച്ചതാണ് എങ്കിലും ഒന്നുകൂടെ നോക്കുന്നതാണ് കേട്ടോ, എക്സാം ആയതുകൊണ്ട് എല്ലാ ഭാഗവും ഒന്നുകൂടെ നോക്കുകയാണ്.
मन मोती अरु दूध रस इतनी राज सुबाई फट जाए तो ना मिले कोडिन करो उबाय। रहीम जी कहते हैं कि रस, फूल, दूध, मन और मोती जब तक अपने रूप में है तब तक अच्छे लगते हैं. റഹീം പറയുന്നത് ഇപ്രകാരമാണ്. ഫൂല് പറഞ്ഞാൽ പൂക്കൾ, പൂവ്, അതുപോലെ തന്നെ പാല്, മനസ്സ്, മുത്ത്, ഇതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. തബത്തക്ക് അച്ചയിലെക്തേ, അത് അതിൻ്റെ രൂപത്തിൽ തന്നെ ഏതുവരെ നിൽക്കുന്നുവോ അത്രയും അത് നല്ലതാ. മുത്തായാലും പാലായാലും പൂക്കളായാലും ഒക്കെ അതിനെന്തെങ്കിലും ചെറിയൊരു കേട് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഏക്ക് ബാർ ടൂട്ട് പടിച്ചായത്തോ, അത് ഒരിക്കൽ പൊട്ടിപ്പോയാൽ, അതായത് ഒരിക്കൽ അതിന് ചീത്തയായി കഴിഞ്ഞാൽ കിത്തനി ബി യുക്തി കർ ലോ തോ ഫിർ അപ്പനെ രൂപമേ നെയ്യാത്ത, എത്രമാത്രം നമ്മൾ യുക്തി പ്രയോഗിച്ചാലും, നമ്മളുടെ യുക്തി മുഴുവൻ പ്രയോഗിച്ചാലും അതിനെ വീണ്ടും ആ പഴയ രൂപത്തിലേക്ക് ആക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല എന്ന്. പാല് ചെറിയ കേടെന്തെങ്കിലും പറ്റിയാൽ പാല് പിരിഞ്ഞു പോകും, അതിനെ പഴയ രീതിയിലേക്ക് പാലാക്കി മാറ്റാൻ നമുക്ക് കഴിയുകയില്ല. അതുപോലെ തന്നെ പൂവ് അല്ലേ, മനസ്സ് എന്താ പറയുക, മനസ്സ് താളം തെറ്റിക്കഴിഞ്ഞാൽ അത് പഴയ രീതിയിലേക്ക് ആവുക എന്നത് വളരെ പ്രയാസമായിരിക്കും. അടുത്ത നോക്കാം. രഹിമൻ ദാഗ പ്രേമ കാ മത് തോരോ ചടുക്കായ് ടൂട്ടേ ടെ ഫിർ ന ജുരേ ജുരേ ഖാंड परिचाय। रहीम जी कहते हैं कि प्रेम का रिश्ता बहुत नाजुक होता है और इसे झटके से या गुस्से में नहीं तोड़ना चाहिए। अगर यह रिश्ता एक बार टूट जाए तो इसे जोड़ना बहुत मुश्किल होता है और अगर फिर भी जुड़ जाए तो उसमें एक गंढ पड़ जाती है। അതായത് റഹീം പറയുകയാണ്, സ്നേഹബന്ധം വളരെ പവിത്രമായ ഒരു ബന്ധമാണ്. അതിനെ എന്തെങ്കിലും കാരണത്താൽ അത് ഗുസ്സേസെ നെയ്തോടെ പൊട്ടിപ്പോവുകയാണെങ്കിൽ, ആ സ്നേഹബന്ധം പൊട്ടിപ്പോവുകയാണെങ്കിൽ ജോഡന മുഷ്കിൽ, അതിനെ കൂട്ടി യോജിപ്പിക്കുക എന്നത് വളരെ പ്രയാസമായിരിക്കും. और अगर फिर भी जुड़ जाए तो, ഒരു പക്ഷേ അതിനെ കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഏക്ക് ഗണ്ട് പടിജാത്തി, അതിലൊരു കെട്ട് വീഴുകയും ചെയ്യും. കൂട്ടിക്കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ കൂട്ടിക്കെട്ടിയാൽ എന്തായിരിക്കും, എന്തായാലും ആ കെട്ടിൻ്റെ ഒരു മുഴ അവിടെ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ പവിത്രമായിട്ടുള്ള ബന്ധങ്ങൾ പവിത്രമായി തന്നെ സൂക്ഷിക്കുക എന്നാണ് റഹീം ഇവിടെ ദോഹയിലൂടെ പറയുന്നത്. നമ്മൾ ദോഹയെ നോക്കിക്കഴിഞ്ഞു, എല്ലാ ദോഹയും നോക്കിക്കഴിഞ്ഞു. എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.